ദൂരദേശത്തു നിന്നൊക്കെ ആൾക്കാരിവിടെ വന്നിട്ടുണ്ട്. ജർമ്മനിയിൽ നിന്ന് ഒരു കൂട്ടം ആൾക്കാർ അവരിവിടെ വന്ന് നമ്മുടെ കടലയുടെയും ചമ്മന്തിയുടെയും ഇതൊക്കെ എടുത്തുകൊണ്ട് പോയിരുന്നു. അവർ കഴിച്ച് സന്തോഷമായിട്ട് കട അടച്ചതിന് ശേഷം അവരൊരു ദിവസം വന്ന് എന്നിട്ടും അവർ നമ്മുടെ ചായയൊക്കെ നിർബന്ധിച്ച് വാങ്ങിച്ച് കഴിച്ച് പിന്നീട് ഒരു ദിവസം വരാമെന്നും പറഞ്ഞ് പോയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ആൾക്കാർ സ്വതവേ ഇവിടെ വന്ന് പോയിട്ട് ദൂരദേശങ്ങളിൽ നിന്നൊക്കെ വന്ന് കഴിച്ചിട്ട് പോകുന്നുണ്ട്. നമുക്ക് സന്തോഷമുള്ള കാര്യം തന്നെ. ഇനി ഇത് മുന്നോട്ടിങ്ങനെ ഭംഗിയായിട്ട് പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കുഴപ്പമില്ലാതെ പോണു ഇതുവരെ. വേണിച്ചേട്ടൻ്റെ അച്ഛൻ തുടങ്ങിയ കടയാണിത്. അന്ന് ഇതുപോലെയുള്ള ഇത് ചെറിയ ചെറിയ രീതിയിൽ ദോശ, പൊറോട്ട അങ്ങനെയുള്ള ഐറ്റങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പം ദോശയുണ്ട്, അതിൻ്റെ കൂടെ ചെറുകടിയായിട്ട് പിന്നെ രാവിലെ പപ്പട ബോളി കൊടുക്കും. ചമ്മന്തിയാണ് നമ്മുടെ മെയിൻ. ഇത് വേറൊന്നും അതിൽ ചേർക്കുന്നില്ല. തേങ്ങയും മുളക് പൊടിയും മാത്രമേ ഉള്ളൂ. ഇത് ഗ്രൈൻഡറിൽ അരയ്ക്കുന്നതിൻ്റെ ആണോ നമ്മുടെ ആ ഒരു ദൈവാധീനത്തിൻ്റെ ആണോ അങ്ങനെ നല്ല ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നു. ചായ വേണിച്ചേട്ടൻ്റെ ചായ എല്ലാവർക്കും പ്രിയപ്പെട്ടത്. സഹായികളായിട്ട് പൊറോട്ട ഉണ്ടാക്കാനായിട്ടൊരു ചേട്ടനുണ്ട്, കടയെ സഹായിക്കാനായിട്ടൊരു ചേട്ടനുണ്ട്, എന്നെ സഹായിക്കാനൊരു ചേച്ചിയുണ്ട്. അങ്ങനെ നന്നായി കുഴപ്പമില്ലാതെ പോകുന്നു. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള കടയാണ്. വേറൊന്നും മാവിലൊന്നും ചേർക്കുന്നില്ല. പച്ചരി, ചാക്കരി അതാണ് മെയിൻ. ഇത് പിന്നെ ഉഴുന്ന് ലാസ്റ്റാണ് അരയ്ക്കുന്നത്. കൂട്ടിളക്കുന്നത് വെളുപ്പിനെയാണ് ഇളക്കത്തുള്ളൂ. അങ്ങനെയാണ് ദോശയുടെ ആ ഒരു ഇത്. പിന്നെ സ്വതവേ പുറത്തുനിന്ന് മാവ് വാങ്ങിക്കുന്ന പോലെയല്ല, ഒരു ചെറിയ പുളിയോട് കൂടിയുള്ള ദോശയാകുമ്പോൾ ഒട്ടുമിക്ക 100 പേരിൽ ഒരു 2 പേർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. പക്ഷേ 98% ആൾക്കാർക്കും ആ ഒരു ഇതാണ് ഇഷ്ടം. അത് ചേച്ചി വേണിച്ചേണ്ട സുഹൃത്തിൻ്റെ ഭാര്യ തന്നെ എന്നെ സഹായിക്കാനായിട്ട് വരുന്ന ചേച്ചി. വർഷങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്ന ആരും തന്നെ, എല്ലാവരും വർഷങ്ങളായിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ്. ആരും മാറിയിട്ടൊന്നുമില്ല. എല്ലാവരും അഥവാ പോകണമെങ്കിൽ ഒരു മാസം മുമ്പേ നമ്മളോട് പറയും. അന്നേരം നമുക്ക് ദേവിയുടെ അനുഗ്രഹം ആരെങ്കിലും എവിടെന്നെങ്കിലും ഒരാളെ കൊണ്ട് നമുക്ക് തരും. അങ്ങനെ കുഴപ്പമില്ലാതെ പോകണു. ദേവീക്ഷേത്രത്തിന്റെ തൊട്ടടുത്താണ് കിഴക്കേനട എന്ന് പറയും. അമ്പലകുമാരൻ വേണിച്ചേട്ടന്റെ കട അറിയപ്പെടുന്നത്. സ്വന്തം. പിന്നെ അമ്മയുണ്ട് ഇവിടെ. ഞങ്ങൾ കുടുംബമായിട്ടാണ് താമസിക്കുന്നത്. അമ്മയുണ്ട്, മൂത്ത ഏട്ടൻ വിദേശത്താണ്, ഒരു സഹോദരനുണ്ട്, അമ്മായി, ബന്ധുക്കാരൊക്കെ ചുറ്റുവട്ടത്ത് താമസിക്കുന്നു. കഴിച്ചിട്ടേ പോകാവുള്ളൂ. ഞാൻ അത് പറയണം, നിങ്ങളുടെയും കൂടെ അഭിപ്രായമല്ലേ വേണ്ടത്, ഞങ്ങളുടെ മാത്രമല്ലല്ലോ. കഴിച്ചിട്ട് ആ അഭിപ്രായം ഇത് രേഖപ്പെടുത്തണം. വന്ന് ഞങ്ങളെ കണ്ടതിനും ഞങ്ങളുടെ ഈ കടയെക്കുറിച്ച് അഭിപ്രായം ആരാഞ്ഞതിനും ഒക്കെ ഞങ്ങളുടെ ഒത്തിരി നന്ദി എല്ലാവർക്കും. ശരി. സോഫ്റ്റ് ദോശ നല്ല ചമ്മന്തിയിൽ ഇങ്ങനെ കുഴച്ചെടുക്കുക, ഇതങ്ങനെ കഴിക്കുക. ഇതിനോട്ട് വീട് അടുത്ത് തന്നെയാണോ? വീട് ഇവിടെ അടുത്താണ്. ഒക്കെ കൂടുതലും സ്ഥിരമായിട്ട് വരുന്ന ആളുകളും അമ്പലത്തേക്ക് വരുന്ന ആളുകളൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ കസ്റ്റമേഴ്സ്. പിന്നെ അറിഞ്ഞു വരുന്ന ആൾക്കാരൊക്കെ തീർച്ചയായിട്ടും അറിഞ്ഞു പറഞ്ഞാൽ ഒരിക്കലും ഇവിടുന്ന് ദോശ കഴിച്ചെങ്കിൽ വീണ്ടും കഴിക്കാനായിട്ട് വരും. നല്ല ചൂട് ദോശയും ചൂട് ചമ്മന്തിയും നല്ല ടേസ്റ്റാണ്. അതെ. ചേച്ചി പറഞ്ഞില്ല, അവർ മാവ് അരച്ച് പ്രത്യേക രീതിയിൽ ചെയ്യണ കൊണ്ടാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. ദോശ പല സ്ഥലത്തും കിട്ടും. അതിങ്ങനെ വന്ന് ഒഴിച്ചുകൊണ്ടിരിക്കും അല്ലേ? ശരി, കുതിർത്തിക്കൊണ്ടേ ഇരിക്കും. എന്നാലേ കൂടുതൽ ദോശയിലും ആവുള്ളൂ. കാരണം അത് കുതിർന്ന കുറച്ചേ ഉള്ളൂ, വേഗം അകത്തോട്ട് പോകും. ചായയും വന്നു. വേണട്ടിൻ്റെ സ്പെഷ്യൽ ചായ കേട്ടോ. അങ്ങനെ ചായക്ക് ഭയങ്കര അഭിപ്രായമാണ്. ദോശയും ചമ്മന്തി ഒരു രക്ഷയില്ല. പൊളി. നല്ല വറുത്തരച്ച മസാലയൊക്കെ ഇട്ട കടലക്കറി കേട്ടോ. ഓരോ പൊറോട്ടയും പൊറോട്ടയും കടലക്കറി ഒഴിച്ചു. നമ്മുടെ ഉഴുന്നുവടയും പരിപ്പുവടയ്ക്കൊക്കെ ഭയങ്കര അഭിപ്രായമാണ് കേട്ടോ അല്ലേ? അതെ. വടയൊക്കെ എണ്ണക്കടികളുള്ള തന്നെ നല്ല അഭിപ്രായങ്ങളാണ്. ഇതാ ക്യാമറ ചേട്ടനൊന്ന് കാണിക്കും. ഇതാ 4-5 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അവിടെ എന്ത് കടയിൽ നടത്തുന്നത്? ബേക്കറി. നല്ല ചൂട് പൊറോട്ടയും കടലക്കറി. ഞാൻ മെഡിക്കൽ കോളേജിലാണ് ജോലി ചെയ്യണത്. സ്ഥിരമായി രാവിലെ കഴിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വരുന്നത്. അതെ. ഈ ദോശൻ്റെ കോംബോ പപ്പടബോളിയാണ്. പക്ഷെ നമ്മൾ പപ്പടബോളി ഇവർ ചെയ്യാത്തതുകൊണ്ട് ഞാനത് കഴിക്കാതിരുന്നത്. ഇവരുണ്ടാക്കിയത് മാത്രം ഒന്ന് കഴിക്കാമെന്നുള്ള തീരുമാനമായിരുന്നു. പക്ഷെ എന്തോ പരിപ്പാടി ഉഴുന്നോടെ ഒന്നും കഴിക്കാനുള്ള ഭാഗ്യമില്ല. അതൊരു 11 മണി കഴിയും. എന്തായാലും ദോശയും ചമ്മന്തിയും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട
ഒരു സാധനമാണ് കേട്ടോ. എപ്പോഴാണേലും നല്ല ചൂടുണ്ടാവും. ദോശയ്ക്കാണെങ്കിലും ചമ്മന്തിക്കാണെങ്കിലും നല്ല ചൂടുണ്ടാവും. ചൂടും ടേസ്റ്റും. നമ്മളെ സുഹൃത്തുണ്ട് നാസർ ഭായി, ആള് പറഞ്ഞൊരു കാര്യമില്ല, ഹോട്ടൽ മേഖലയിലാണ് കുറേ വർഷമല്ലേ, ഈ ഭക്ഷണത്തിൻ്റെ ജീവൻ എന്ന് പറഞ്ഞാൽ ചൂടാണെന്ന് പറഞ്ഞു. എന്നാലും അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ചൂട് ചായ പറഞ്ഞ പോലെ തന്നെ. ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കി. ലൊക്കേഷൻ കുമാരനെല്ലൂർ അമ്പലത്തിന് അടുത്ത് ആലിഞ്ചോട്. ഭയങ്കര ഐശ്വര്യമുള്ള ഒരു സ്ഥലമാണ്. വളരെ കാം ആൻഡ് ക്വയറ്റ് എന്ന് പറയാം. ഒരു ആൽത്തറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. തികച്ചും ഗ്രാമമാണ്. ഇവിടെ വന്നിരുന്ന് കഴിക്കാനൊരു പ്രത്യേക സുഖമാണ് കേട്ടോ. ഭക്ഷണം രുചി എന്ന് മാത്രമല്ല, ഇവരുടെ പെരുമാറ്റമൊക്കെ, വേണോട്ടനൊക്കെ ഭയങ്കര ചേച്ചി ആയിക്കോട്ടെ, അവരുടെ ആ ഒരു വീടിൻ്റെ അന്തരീക്ഷത്തിലുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇത്തരം വീഡിയോകളാണ് നമ്മൾ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ എന്തായാലും വീഡിയോ ഒക്കെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്തോളൂ. അതേപോലത്തെ പുതിയ വീഡിയോകൾ കാണാൻ. അപ്പോൾ പിന്നീട് ചാറ്റ് കൊടുക്കി.